गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. പ്രിയപ്പെട്ട ആത്മാ സഹോദരൻ അസംഗാനന്ദ സ്വാമികൾ, ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സ്വാമിനിമാർ, ഗുരുധർമ്മ പ്രചരണ സഭയുടെ നേതാക്കന്മാർ, ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് അസംഗാനന്ദ സ്വാമികൾ ഈ പരുഷത്തിൽ എനിക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന വിഷയം ആത്മോപദേശ ശതകത്തിലെ മതദർശനത്തെ മുൻനിർത്തി സംസാരിക്കണം എന്നാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നൊരു കാര്യം 44 മുതൽ 49 വരെയുള്ള ആത്മോപദേശ ശതകത്തിലെ പദ്യങ്ങളാണ്. പ്രത്യക്ഷത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ മതദർശനത്തെ അതിൻ്റെ വ്യക്തതയോടുകൂടി അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നത് ആ ശ്ലോകങ്ങളിലാണ്. എന്നാൽ നമ്മൾ കുറച്ചുകൂടി ചിന്തിച്ച് നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന് ഒരു ദർശനം മാത്രമേ ഉള്ളൂ. ഗുരുവിൻ്റെ ദർശനങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. ഗുരുവിനുണ്ടായ സത്യദർശനം ഒന്നാണ്. അത് ആത്മോപദേശ ശതകത്തിൽ തന്നെ ഗുരു പല പദ്യങ്ങളിലൂടെയുമൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് പ്രപഞ്ചമാകെ ഒന്നായി കാണുന്ന ഒരു ആനുഭൂതികമായിട്ടുള്ള തലമാണ്. ഇപ്പോൾ ആത്മോപദേശ ശതകത്തിലെ തന്നെ 50-ാമത്തെ പദ്യത്തിൽ ഗുരു അത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നിലമൊടു നീരതുപോലെ കാറ്റ് തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്ന് അറിവായി മാറിടുന്നു. അതേറെ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, ഏവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും, സമുദ്രവും സമുദ്രത്തിലെ തിരകളും, ഞാനും എൻ്റെ അറിവും എൻ്റെ അഹന്തയും എല്ലാം ഒന്നായി ചേർന്ന് ഒരൊറ്റ അറിവായി പ്രകാശിച്ച് നിൽക്കുന്നു എന്നാണ്. അപ്പോൾ ലോകത്തെ ആകെ തന്നെ ഇപ്പോൾ ഈശാവാസ്യത്തിൻ്റെ പരിഭാഷയിലും ഗുരു അക്കാര്യമൊക്കെ പറയുന്നുണ്ട്. സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും. അവൻ എന്തുള്ളു നിന്ദ്യമായി തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും. അന്ന് ഏതു മോഹം, അന്ന് ഏതു ശോകം, ഏകത്വദൃക്കിന്. ഇപ്പം മരുത്വാമലയിലെ ഏകാന്തവും തീവ്രവുമായ ആ തപസ്സിലൂടെ ഗുരു എത്തിച്ചേർന്ന സത്യദർശനത്തിൻ്റെ അനുഭവ തലം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെയാകെ ഏകമായൊരു സത്തയായി ദർശിക്കുക എന്നുള്ളതാണ്. അത് ഗുരുവിൻ്റെ ഈ വരികളിലൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഗുരുവിൻ്റെ മതദർശനവും. എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ആത്മദർശനത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഗുരു മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഏകത്വത്തെ ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ വലിയൊരു സവിശേഷത. അത് ലോകത്ത് മറ്റാർക്കെങ്കിലും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ശ്രീബുദ്ധൻ പോലും
ഈ മതങ്ങളിലെ ഏകത്വത്തെ ദർശിക്കാൻ ബുദ്ധ ഭഗവാന് കഴിഞ്ഞില്ല. അങ്ങനെ ഏകത്വത്തെ ദർശിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ സ്വന്തമായൊരു മതം ഉണ്ടാക്കുമായിരുന്നില്ല. അപ്പോൾ ബുദ്ധൻ സ്വന്തമായൊരു മതം ഉണ്ടാക്കി. ശ്രീനാരായണ ഗുരുദേവനാകട്ടെ സ്വന്തമായിട്ടൊരു മതം ഉണ്ടാക്കിയുമില്ല. അതിനർത്ഥം ശ്രീനാരായണ ഗുരുദേവൻ ഒരു ദർശനമില്ലായിരുന്നു എന്നാണോ? ഒരിക്കലുമല്ല. ഗുരുവിന് ഗുരുവിൻ്റേത് മാത്രമായ മൗലികമായ ഒരു ദർശനമുണ്ട്. ആ ദർശനം അത് ഈ ഏകത്വ ദർശനമാണ്. നേരത്തെ സൂചിപ്പിച്ച പ്രപഞ്ചത്തിലുള്ള സകലതിനെയും ഒന്നായി കാണുന്ന അനുഭവത്തിൻ്റെ തലമാണ്. അപ്പം അതിനെ മുൻനിർത്തിയ ഒരു സംഘടിത രൂപമൊന്നും ഗുരു ഉണ്ടാക്കിയില്ല. നാമായിട്ടൊരു മതം ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞത്. ഗുരു ഇത് ലോകത്തിന് ആദ്യമായിട്ട് നൽകിയ സന്ദേശം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള ഗുരുവിൻ്റെ എല്ലാ കൃതികളിലും, അത് പ്രബോധനാത്മകമായ കൃതികളാകട്ടെ, സ്തുതിഗീതങ്ങളാകട്ടെ, ദാർശനിക കൃതികളാകട്ടെ, വാസ്തവത്തിൽ ഗുരുവിൻ്റെ കൃതികളെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് തന്നെ അത്ര ശരിയായ ഒരു കീഴ്വഴക്കമല്ല. കാരണം എല്ലാ കൃതികളിലും ഗുരു ഉള്ളടക്കം ചെയ്തു വച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മദർശനം തന്നെയാണ്. എങ്കിലും സൗകര്യത്തിന് വേണ്ടി നമ്മൾ പറയുമ്പോൾ നമ്മുടെ പുസ്തകങ്ങളൊക്കെ അച്ചടിച്ച് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചില വേർതിരിവുകളൊക്കെ കാണിച്ചു വച്ചിട്ടുണ്ട്. പ്രബോധനാത്മക കൃതികളെന്നും സ്തുതിഗീതങ്ങളെന്നും ഒക്കെ അങ്ങനെ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൃതികളിലെല്ലാം തന്നെ ഗുരു പറഞ്ഞതും ഗുരുവിൻ്റെ ആദ്യ സന്ദേശത്തിൻ്റെ സാരം തന്നെയാണ്. ഗുരു അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കുന്നില്ല. ഗുരു തുടക്കത്തിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഗുരു സമാധിസ്ഥനാകുന്നത് വരെ ആ ഒരു അനുഭവ തലം തന്നെയായിരുന്നു ഗുരുവിനുണ്ടായത്. അതുകൊണ്ട് ഗുരുവിൻ്റെ വചനങ്ങളെടുത്ത് നമ്മൾ പഠനത്തിന് വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അരുവിപ്പുറത്ത് ആ ശിവലിംഗം പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയ മഹത്തായ ആ സന്ദേശത്തിൽ പറഞ്ഞ ഗുരുവിൻ്റെ ആ സത്യദർശനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്യേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്ന ആ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം തന്നെയാണ് പിന്നീടുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ കർമ്മങ്ങളിലും ഗുരുവിൻ്റെ കൃതികളിലും ഗുരുവിൻ്റെ സന്ദേശങ്ങളിലുമൊക്കെ കാണുന്നത്. അത് എവിടെയെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും എവിടെയും ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗുരു എന്തെങ്കിലും പറഞ്ഞതായി കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ഗുരുവിന് ഗുരുവിൻ്റെ അടിയുറച്ച ഒരു ദാർശനികമായിട്ടുള്ള മാനമുണ്ടായിരുന്നു. ആ മാനത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവൻ അണുവിട എവിടെയും വ്യതിചലിച്ചിട്ടില്ല എന്നർത്ഥം. അത് ഗുരുവിൻ്റെ ഇപ്പോൾ ഗുരു സമൂഹത്തെ നോക്കിക്കാണുമ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യ ജീവിതത്തെ കാണുമ്പോഴും അവൻ്റെ ആന്തരിക മണ്ഡലത്തെ ആവിഷ്കരിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തെയാകെ തന്നെ കാണുമ്പോഴും ഒക്കെ അവിടെയെല്ലാം ഗുരുവിന് ഒരേ കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്, ഒരേ ദർശനം തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് ഗുരുവിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. അപ്പോൾ ആ ഒരു ഗുരുവിൻ്റെ മൗലികമായ ദർശനം പ്രപഞ്ചത്തെ ആകെ തന്നെ ഏകമായൊരു സത്തയായി ദർശിക്കുന്ന ആ കാഴ്ചപ്പാട്, അത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഒരു ആധാരത്തിൽ നിന്നുകൊണ്ടാണ്, ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് മതത്തെയും ശ്രീനാരായണ ഗുരുദേവൻ നോക്കിക്കാണുന്നതെന്നർത്ഥം. ഇപ്പോൾ ഗുരു അതിലൊരു മതസമന്വയത്തിൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ഇപ്പോൾ നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിലും ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത് എന്താണ്?
1924 മാർച്ച് മാസം 3-4 തീയതികളിലായി നടന്ന സമ്മേളനത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരെയും ഒരു വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവരോട് ഗുരു നിർദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ മൂലതത്വങ്ങളെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കണമെന്നാണ്. നിങ്ങളുടെ മതത്തിൻ്റെ മൂലതത്വങ്ങളെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? നിങ്ങൾ മറ്റു മതങ്ങളെക്കുറിച്ചൊന്നും ചൊറിയാൻ നിൽക്കരുത് എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളുടെ ദോഷങ്ങളൊന്നും നിങ്ങളിവിടെ കാണാൻ ശ്രമിക്കേണ്ടതില്ല. അങ്ങനെ നോക്കിക്കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റു മതങ്ങളെ സംബന്ധിച്ച് പല ദോഷങ്ങളും പല കുറവുകളും ഒക്കെ പറയാൻ കാണും. അതൊരിക്കലും നിങ്ങളിവിടെ പറയേണ്ടതില്ല. നിങ്ങളെ ഇവിടെ ഏൽപ്പിക്കുന്ന ചുമതല, നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൻ്റെ മൂലതത്വങ്ങൾ, അതിൻ്റെ സാരമായി നിൽക്കുന്ന സത്യദർശനം അതിവിടെ പറഞ്ഞാൽ മതി. അല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ മറ്റേ പ്രശ്നം വരും. അത് പിന്നെ വാദിക്കാനും ജയിക്കാനുമുള്ള വേദിയായി മാറും. അതൊരിക്കലും സംഭവിക്കരുത് ഇവിടെ. അതുകൊണ്ട് വാദിക്കാനും ജയിക്കാനുമല്ല എന്ന് ഗുരു ആദ്യം തന്നെ അവിടെ എഴുതി വെപ്പിച്ചിരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല. ലോകത്ത് ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വാദപ്രതിവാദങ്ങൾ നടന്നിടത്തൊക്കെ ഒരു കൂട്ടർ പരാജയപ്പെടും, ഒരു കൂട്ടർ ജയിക്കും. ആ ജയം താൽക്കാലികമാകും, വീണ്ടും വാദങ്ങൾ ഉയർന്നു വരും. ചിലപ്പോൾ ഈ വാദപ്രതിവാദങ്ങൾ സ്പർദ്ധ വർദ്ധിപ്പിക്കും, വിദ്വേഷം വർദ്ധിപ്പിക്കും, ശത്രുത വർദ്ധിപ്പിക്കും. ആ ശത്രുത പിന്നീട് വലിയ ഏറ്റുമുട്ടലുകളിലേക്കും യുദ്ധങ്ങളിലേക്കുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഈ വാദപ്രതിവാദങ്ങളുടെയൊക്കെ കുഴപ്പം അതാണ്. നമ്മുടെ വലിയ പല ആചാര്യന്മാരുമൊക്കെ ഇപ്രകാരം വാദപ്രതിവാദത്തിലൂടെ വിജയികളായവരാണ്. ഇപ്പോൾ സ്വാഭാവികമായും കുറേ പേർ പരാജയപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. പക്ഷേ ഈ പരാജയപ്പെടൽ താൽക്കാലികം മാത്രമാണ്. കാരണം ഗുരു പറഞ്ഞിട്ടുണ്ട്, പൊരുതു ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊരു മതവും പൊരുതാൽ ഒടുങ്ങുവീല എന്ന ആത്മോപദേശതകത്തിൽ തന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാദപ്രതിവാദം എപ്പോഴും മിക്കവാറും സംഭവിപ്പിക്കുന്നത്, ചില സന്ദർഭങ്ങളിലൊക്കെ വാദപ്രതിവാദം പ്രയോജനപ്പെടും. കാരണം ഒരു സത്യത്തിൻ്റെ കൂടുതൽ സൂക്ഷ്മമായ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും ചിലപ്പോൾ നമുക്ക് അതുവരെ ചിന്തിക്കാതിരുന്ന പല മേഖലകളെക്കുറിച്ച് ചിന്തിക്കുവാനും ഒക്കെ വാദപ്രതിവാദം കൊണ്ട് കുറേയൊക്കെ അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. പക്ഷെ പലപ്പോഴും അതൊരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയല്ല ഇവിടെ നടക്കുന്നത്. പരസ്പരം കടിച്ചു കീറുക എന്നുള്ളതാണ്. നമ്മൾ വൈകുന്നേരങ്ങളിൽ ടെലിവിഷൻ തുറന്നു വെച്ചാൽ ഈ വാർത്താ ചാനലുകളിലൊക്കെ കാണാൻ കഴിയുന്നില്ല. പല സമൂഹത്തിലെ ഉന്നതന്മാരെന്ന് സ്വയം അഭിമാനിച്ച് നടക്കുന്ന കുറേ ആളുകൾ രാഷ്ട്രീയത്തെ മുൻനിർത്തിയല്ല, സമൂഹത്തിൽ നടക്കുന്ന ഏത് നിസ്സാര പ്രശ്നത്തെ മുൻനിർത്തിയും വലിയ വാദകോലാഹലങ്ങൾ നടത്തുന്നത് കാണാം. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടോ? ഒരു പ്രയോജനവുമില്ലാത്ത ചർച്ചകൾ കൊണ്ട് നമ്മുടെ സമൂഹം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വാദപ്രതിവാദം സത്യത്തിൽ ഒരു സൂക്ഷ്മമായ സത്യാന്വേഷണത്തിന് സഹായകമായി തീരേണ്ട ഇത്തരം വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ ഇന്ന് പരസ്പര ബഹുമാനമില്ലാതെ നടത്തുന്ന, മാത്സര്യം വളർത്തുന്ന, ജനങ്ങളെ ഭ്രമത്തിലേക്ക് തള്ളിവിടുന്ന ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. ഇതൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ വളരെ മുൻപ് തന്നെ കണ്ടറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഗുരു അന്നേ പറഞ്ഞു വെച്ചത്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. ഇപ്പോൾ പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളീ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങളും പിന്തുടരുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. നിങ്ങളുടെ മതഗുരു എന്താണോ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച്, സമൂഹത്തിൽ പുലരേണ്ട ശാശ്വതമായ മൂല്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ അങ്ങ് വിശ്വസിക്കുന്ന ആ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രവാചകൻ എന്താണോ പറഞ്ഞു വച്ചിരിക്കുന്നത്
അത് തന്നെയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഋഷിമാരും പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് തമ്മിലൊന്നും വലിയ വ്യത്യാസമില്ല എന്ന ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വന്നു ചേരാൻ കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വിശ്വാസ പ്രമാണം സ്വീകരിച്ചിരിക്കുന്ന ആളുകളോട് യാതൊരു വിധത്തിലുള്ള വിദ്വേഷവും നമുക്കുണ്ടാകില്ല. അവരോട് നമുക്ക് യാതൊരു വിരോധവും ഉണ്ടാകുകയില്ല. അവരെയൊക്കെ നമ്മൾ ശത്രുക്കളായി കാണുന്ന മനോഭാവത്തിന് മാറ്റം വരും. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു വെച്ചാലും നമ്മളിതൊക്കെ ഇങ്ങനെ വേദികളിൽ നിന്നൊക്കെ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ മനസ്സുകളിലും അന്യമതങ്ങളോടുള്ള വിദ്വേഷത്തിൻ്റെ വലിയ വിഷവിത്തുകൾ വീണ് മുളച്ച് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥ അതാണ്. കാരണം നമ്മൾ പത്രം തുറന്നു നോക്കിയാലും സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോഴും ഒക്കെ ഈ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ സന്ദേശങ്ങളും വെറുപ്പിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറേയൊക്കെ വായിക്കുമ്പോൾ നമുക്കും തോന്നും ഇതൊക്കെ കുറേ ശരിയല്ലേ എന്ന് തോന്നും. അങ്ങനെ തോന്നുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ പിന്നീട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത ഒരാൾ, അയാൾ ആ തെറ്റ് ചെയ്യാൻ കാരണം ഒരുപക്ഷെ അയാളുടെ കുടുംബ സാഹചര്യമാകാം, സാമ്പത്തികമായ കാരണമാകാം, അല്ലെങ്കിൽ അയാൾ പരമ്പരാഗതമായി തുടർന്നു വരുന്ന ജീനുകളിലൂടെ പ്രവർത്തിക്കുന്ന സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരാൾ ഒരു കൊലപാതകിയാകുന്നത്, അല്ലെങ്കിൽ ഒരു മോഷ്ടാവാകുന്നത്, അതുമല്ലെങ്കിൽ ഒരു ഭീകരവാദിയാകുന്നതൊക്കെ. അതിന് പല പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ നമ്മളിപ്പോൾ ഈ കാരണങ്ങളൊന്നുമല്ല പരിശോധിക്കുന്നത്. ആദ്യം തന്നെ നോക്കുന്നത് അവനെ ഏത് മതത്തിൽപ്പെട്ടവനാണെന്ന് നോക്കും. എന്നിട്ട് ആ മതത്തെ അടച്ചാക്ഷേപിക്കാനും ആ പ്രചരിപ്പിച്ച ഗുരുവിനെ പോലും വെറുതെ വിടാതെ ആ ഗുരുവിനെ പോലും ചീത്ത പറയാനുമുള്ള സന്ദർഭമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊരു വലിയ അപകടമാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട ഗുരുദേവൻ്റെ അനുയായികൾ പോലും പലപ്പോഴും ഇത്തരം പ്രചരണങ്ങൾക്ക് വിധേയരായി അവരുടെ സ്വന്തം നിലം മറന്നുകൊണ്ട് ഇത്തരം പ്രവണതകളെ അനുകൂലിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? വലിയ അപകടത്തിലേക്കല്ലേ? നമ്മൾ ഗുരുവിൽ നിന്ന് എത്രയോ അകന്നു പോകുന്നു. മതത്തെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഗുരു മതത്തെ തമ്മിൽ കൂട്ടിയിണക്കുവാനും അതിലെ ഏകത്വത്തെ ദർശിക്കുവാനുമാണ് ഗുരു നമ്മെ പഠിപ്പിച്ചത്. അതാണ് സർവമത സമ്മേളനത്തിലൂടെ ഈ പണ്ഡിതന്മാരോടൊക്കെ ഗുരു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ മൂലതത്വങ്ങൾ പറയൂ. അത് എല്ലാവരും അവിടെ നിന്ന് ഈ മൂലതത്വങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരുവിന് കാര്യം എളുപ്പമായി. ഗുരു ഒടുവിൽ നടത്തിയ പ്രഖ്യാപനത്തിൽ ഭഗവാൻ പറഞ്ഞത്, ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു: എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ശിവഗിരിയിൽ നാം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതാണ്. ഈ ആവശ്യത്തിലേക്കായി പൊതുജനങ്ങളിൽ നിന്ന് 5 ലക്ഷം രൂപ സമാഹരിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അന്നത്തെ 5 ലക്ഷം രൂപയുടെ മൂല്യമൊക്കെ വളരെ വലുതായിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ട ആചാര്യന്മാർ, പണ്ഡിതന്മാരായിട്ടുള്ള ആചാര്യന്മാർ വരികയും അവിടെ വന്നു ചേരുന്ന വിദ്യാർത്ഥികളെ, ജിജ്ഞാസുക്കളെ എല്ലാ മതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു വലിയ സങ്കല്പമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന് ഈ മതമഹാപാഠശാലയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ സംവിധാനമൊന്നും അത്തരം ഒരവസ്ഥയിലേക്ക് വന്നു ചേർന്നിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഏതായാലും ഗുരുവിൻ്റെ കാഴ്ചപ്പാട്, കാരണം ഗുരുവിനോളം ഉയരാൻ നമുക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല, അതൊരിക്കലും സാധ്യമല്ല. പക്ഷേ ഇക്കാര്യത്തിലെങ്കിലും ഗുരുവിൻ്റെ പാത നമ്മൾ കുറേ കൂടി സൂക്ഷ്മതയോടുകൂടി പിന്തുടരേണ്ട ഒരു
ആവശ്യം ഉണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഗുരു ഇവിടെ ആത്മോപദേശ ശതകത്തിലും അതിനുമുമ്പ് ഈ അനുകമ്പാ ദശകത്തിലും ശ്രീനാരായണ ഗുരുദേവൻ ഇപ്രകാരം ലോകത്തുണ്ടായിട്ടുള്ള മഹാഗുരുക്കന്മാരെ കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ട് പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ ഭൂതദയാ ക്ഷമാബ്ധിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെയും വർദ്ധമാന മഹാവീരനെയും ശങ്കരാചാര്യരെയും പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്നീ വരികളിലൂടെ അവിടെ ശ്രീരാമചന്ദ്രനെയും ശ്രീബുദ്ധനെയും ക്രിസ്തുദേവനെയും മുഹമ്മദ് നബിയെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് അനുകമ്പാ ദശകത്തിൻ്റെ ഫലശ്രുതിയിൽ ഈ ഗുരുവിൻ്റെ ഈ മതത്തെ സംബന്ധിച്ചുള്ള ഗുരുവിൻ്റെ കാഴ്ചപ്പാട് വളരെ സംക്ഷിപ്തമായിട്ട് ഗുരു അവതരിപ്പിക്കുന്നുണ്ട്. അരുമാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും എന്ന്. ഈ പ്രിയപ്പെട്ട വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും മറ എന്ന് പറഞ്ഞാൽ വേദമെന്നാണ് അർത്ഥം, മറഞ്ഞിരിക്കുന്ന അർത്ഥത്തോടു കൂടിയത് എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഈ അരുമയായിട്ടുള്ള ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും അരുമാ മറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഗുരുക്കന്മാരും മുനിമാരും പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും. എല്ലാ വേദങ്ങളുടെയും പൊരുളൊന്നു തന്നെയാണ് ഗുരു. അപ്പോൾ വേദമെന്ന് പറയുമ്പോൾ ഭാരതത്തിലുണ്ടായ വേദങ്ങളും ആഗമങ്ങളും മാത്രമല്ല ഗുരു ഉദ്ദേശിച്ചിരിക്കുന്നത്. ആഗമം എന്ന് പറഞ്ഞാൽ ഈ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളെയും ആഗമം എന്ന് പറയും, തമിഴ് വേദഗ്രന്ഥങ്ങളെയും ആഗമം എന്ന് പറയും. തമിഴിലുണ്ടായിട്ടുള്ള ഇപ്പോൾ ഋഗ്വേദം യജുർവേദം തുടങ്ങിയ വേദങ്ങൾക്ക് സമാനമായ രീതിയിൽ തമിഴിലുണ്ടായിട്ടുള്ള മഹനീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് തിരുക്കുറളും തിരുവാചകവും തിരുമന്ത്രവുമൊക്കെ. അതൊക്കെ ഇപ്പോൾ ആഗമങ്ങളുടെ ആ ഒരു ശ്രേണിയിൽ പെടുന്നതാണ്. കുമാരനാശാൻ അതുകൊണ്ടായിരിക്കാം ഗുരുവിനെ പ്രകീർത്തിച്ച് പാടുമ്പോൾ വേദാഗമസാരങ്ങൾ അറിഞ്ഞ അങ്ങൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ട് ജയിപ്പു ഗുരുമൂർത്തേ എന്ന് പറഞ്ഞത്. വേദങ്ങളുടെയും ആഗമങ്ങളുടെയും സാരമറിയുന്നവനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന്. അപ്പോൾ അവിടെ ഈ അനുകമ്പാ ദശകത്തിൻ്റെ ഫലശ്രുതിയിലും ഗുരു പറഞ്ഞു വെച്ചത് ഇതാണ്. ഈ പ്രിയപ്പെട്ട വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും മഹാഗുരുക്കന്മാരും മഹാപ്രവാചകന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പൊരുളോർത്താൽ അഖിലാഗമത്തിന്, എല്ലാ വേദങ്ങളുടെയും പൊരുള് ഒന്ന് തന്നെയാണ്. അപ്പം ഈ ഒന്ന് തന്നെയാണെന്ന് പറയുമ്പോൾ അതെന്തായിരിക്കാം ഗുരു അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? നമുക്ക് ഊഹിക്കാനേ പറ്റുകയുള്ളൂ. എന്തായിരിക്കാം ഗുരു എല്ലാ മതങ്ങളുടെയും സാരമായ സത്യം ഒന്നാണ് എന്ന് പറയാൻ കാരണം? എല്ലാ മതങ്ങൾക്കും പൊതുവെ സ്വീകാര്യമായിട്ടുള്ള ചില സനാതനമായ സത്യമുണ്ട്. ഈ സനാതനം എന്നൊക്കെ വാക്ക് ഇന്നിപ്പോൾ വലിയ കുഴപ്പം പിടിച്ച വാക്കാണ്. എടുത്ത് പ്രയോഗിച്ച് കഴിയുമ്പോൾ അതിന് മറ്റു പല വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഒക്കെ പെട്ടെന്ന് വന്നു ചേരും. സനാതനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നും നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ മാത്രം എടുക്കുക. മറ്റു വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഉണ്ട്, അതവിടെ നിലനിന്നുകൊള്ളട്ടെ. അപ്പോൾ എന്നും നിലനിൽക്കുന്ന ഒരു പൊരുൾ, അതാണ് സനാതനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളും സനാതനമായ ചില മൂല്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഏറ്റവും എളുപ്പം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ കാണപ്പെടുന്ന പ്രപഞ്ചം, ഇതിനാധാരമായി നിൽക്കുന്ന ഒരു സത്യം, പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ, ഇങ്ങനെ 3 ഘടകങ്ങളെ എടുക്കുകയാണ് എങ്കിൽ, ഇപ്പോൾ എല്ലാ മതങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ എല്ലാ മതങ്ങളും പൊതുവായി അംഗീകരിച്ചിട്ടുള്ള ചില സത്യങ്ങളുണ്ട്. ഒന്ന്, ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന് കാരണമായി നിൽക്കുന്ന ഒരു
പൊരുൾ ഉണ്ട്. ആ പൊരുളിനെ എല്ലാ മതവിശ്വാസികളും പൊതുവായി പറയുന്ന പേര് ദൈവം എന്നാണ്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഏതെങ്കിലും മതമുണ്ടോ? ഇനിയിപ്പോൾ ബുദ്ധമതത്തെ ജൈനമതത്തെ ഒക്കെ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ അവർ ദൈവത്തെ പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുന്നില്ല, നിരാകരിക്കുകയാണ്. പക്ഷെ അവരാകവേ ഉള്ള ഒരു ധർമ്മത്തെ നിരാകരിക്കുന്നില്ല. ഈ ധർമ്മം എന്ന് പറയുന്നത് തന്നെയാണ് മറ്റ് മതവിശ്വാസികൾ കരുതുന്ന ദൈവം എന്നുള്ളത്. അത് തമ്മിൽ അർത്ഥവിചാരമൊക്കെ നടത്തി കഴിയുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊക്കെ പലയിടത്തും കാണാൻ കഴിയുമെങ്കിലും അതിൻ്റെ ഒരു പൊതുവായ മാനദണ്ഡം വെച്ച് പരിശോധിക്കുമ്പോൾ എല്ലാ മതങ്ങളും ഈ കാണപ്പെടുന്ന പ്രപഞ്ച സംവിധാനത്തിന് ആധാരമായ ഒരു പൊരുൾ, പല പേരിട്ടാണ് വിളിക്കുന്നതെങ്കിലും ഒരു പൊരുളുണ്ട്. ഇക്കാര്യം എല്ലാ മതങ്ങൾക്കും സ്വീകാര്യമാണ്. ഇനി ഇവിടെ പുലരേണ്ട മൂല്യങ്ങളെ സംബന്ധിച്ച് ഓരോ മതങ്ങളും രൂപം കൊണ്ടു കഴിഞ്ഞപ്പോൾ അന്നത്തെ ആ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ചില മൂല്യങ്ങൾക്ക് ഓരോ മതപ്രവാചകരും അല്പം പ്രാമുഖ്യം നൽകി. എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനും അവർ പ്രാധാന്യം കൽപ്പിച്ചില്ല എന്നല്ല. ഇപ്പോൾ യേശുദേവൻ അവതരിക്കുന്നത് യഹൂദ പാരമ്പര്യത്തിലാണ്. അപ്പോൾ യഹൂദ മതത്തെ സംബന്ധിച്ച് യഹൂദ മതത്തിൻ്റെ പ്രമാണ ഗ്രന്ഥം ബൈബിൾ പഴയ നിയമമാണ്. അപ്പോൾ ഈ പഴയ നിയമത്തിലെ മൂല്യവ്യവസ്ഥ എന്ന് പറയുന്നത് ഈ പകരത്തിന് പകരം എന്നുള്ളതാണ്. അത് വളരെയേറെ ഈ പകരത്തിന് പകരം എന്ന് പറഞ്ഞാൽ നിൻ്റെ മകനെ ഒരാൾ കൊന്നു എങ്കിൽ നിനക്ക് ആരാണോ നിൻ്റെ മകനെ കൊന്നത് അയാളുടെ മകനെ പോയി കൊല്ലാം, കേസില്ല. പകരത്തിന് പകരമാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, തലയ്ക്ക് തല, ഈ നിലയിലായിരുന്നു അന്നത്തെ നിയമങ്ങളൊക്കെ. അപ്പോൾ അപ്രകാരം ഈ പരസ്പരം എന്ന് മാത്രമല്ല, യഹൂദരൊരു കച്ചവട സമൂഹമായിരുന്നു, കഴുത്തറുപ്പൻ പലിശയുടെ ആൾക്കാരായിരുന്നു. പരസ്പരം വലിയ സ്നേഹഭാവം വെച്ച് പുലർത്താത്ത ഒരു ജനസമൂഹമായിട്ടാണ് അറിയപ്പെടുന്നത്. ഷൈലോക്കിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കൊള്ളപ്പലിശക്കാരനായ. അപ്പോൾ അത്തരമൊരു മൂല്യവ്യവസ്ഥ നിലനിർത്തിയിരുന്ന ആ സമൂഹത്തിലേക്ക് യേശുദേവൻ കടന്നു വരുന്നത് മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു മഹാപ്രവാചകനായിട്ടാണ്. അപ്പോൾ ഈ പകരത്തിന് പകരം എന്നുള്ളതിൻ്റെ ആ നിയമം മാറ്റിക്കൊണ്ടാണ് ക്രിസ്തുദേവൻ നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാനും നിൻ്റെ ഒരു കരണത്തടിച്ചു കഴിഞ്ഞാൽ മറുകരണം കൂടി കാണിച്ചു കൊടുക്കുവാനും ഒക്കെ പറഞ്ഞത്. അതൊരു സഹിഷ്ണുതയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വലിയൊരു പ്രവാചകനായി അതുകൊണ്ട് ക്രിസ്തുദേവൻ ലോകത്തറിയപ്പെടും. മുഹമ്മദ് നബി അവതരിച്ചതാകട്ടെ, മുഹമ്മദ് നബി വാസ്തവത്തിൽ യാതൊരു വിദ്യാഭ്യാസവുമില്ലാത്ത, അക്ഷരാഭ്യാസം പോലുമില്ലാത്തയാളായിരുന്നു. പക്ഷേ സത്യസന്ധനായിരുന്നു, നീതിമാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ കച്ചവട പ്രമാണിയുടെ അയാളുടെ സഹായിയായി ഒപ്പം കൂടുകയും അയാളുടെ കച്ചവടത്തിൽ അയാളെ സഹായിക്കുകയും, അയാളല്ല ഒരു ലേഡിയായിരുന്നു, അവരെ പിന്നീട് വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നബി തിരുമേനിയാകട്ടെ മിക്കവാറും ഈ ഏകാന്തതയിലൊക്കെ ഇടയ്ക്ക് പോയിരിക്കുമായിരുന്നു. സമീപത്തുള്ള ഒരു ഹീറാമല എന്ന് പറയുന്ന മലയുടെ മുകളിൽ പോയി ഏകാന്തമായ ധ്യാനത്തിലിരുന്നപ്പോഴാണ് അള്ളാഹു തൻ്റെ വചനങ്ങൾ നബിയിലേക്ക് ഇറക്കി കൊടുക്കുന്നത്. അവിടെ സാഹോദര്യം എന്ന് പറയുന്ന ഒരു മൂല്യത്തിനായിരുന്നു ആ സമൂഹത്തിൽ ഏറ്റവും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ആ മൂല്യത്തെയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി തൻ്റെ പ്രബോധനങ്ങൾ നടത്തുമ്പോൾ പരസ്പരം കലഹിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹം, ഖുറൈശികൾ എന്ന് പറയുന്ന ആ സമൂഹത്തിൽ സാഹോദര്യം എന്ന മൂല്യത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചു. അവിടെ സാഹോദര്യമാണ് ഇസ്ലാം മതത്തിൻ്റെ പ്രധാന തത്വമെങ്കിൽ, അല്ലെങ്കിൽ പ്രധാന ധാർമ്മിക മൂല്യമെങ്കിൽ,
ഇസ്ലാം ക്രൈസ്തവ മതത്തിൻ്റെ മൂല്യം സ്നേഹമാണെങ്കിൽ ഈ സ്നേഹവും സാഹോദര്യവും ഒരിക്കലും പരസ്പര വിരുദ്ധമായിട്ട് നിൽക്കുന്നതല്ല, പരസ്പര പൂരകമായിട്ട് വർത്തിക്കുന്നതാണ്. അതുപോലെ ശ്രീബുദ്ധൻ അവതരിച്ച സന്ദർഭത്തിൽ ഇവിടെ നിലനിന്നിരുന്ന വൈദിക സംസ്കാരം അല്ലെങ്കിൽ ബ്രാഹ്മണ മതം അതിൻ്റെ ഏറ്റവും ദുഷിച്ച ഒരു നിലയെ പ്രാപിച്ചു നിൽക്കുകയായിരുന്നു. യജ്ഞങ്ങളുടെ പേരിൽ അനേകായിരം മൃഗങ്ങളെ കൊന്നൊടുക്കുന്ന, അങ്ങനെ ഹിംസാത്മകത നിലനിൽക്കുന്ന ഒന്നായിരുന്നു അന്നത്തെ ഈ വൈദിക മതം. അവിടെ അപ്പോൾ അഹിംസ എന്ന മൂല്യത്തിനാണ് ബുദ്ധ ഭഗവാന് പ്രാധാന്യം നൽകേണ്ടി വന്നത്. കാരണം ഹിംസാത്മകമായ ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സാധ്യമല്ലാതെയായി തീരുമെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. ബുദ്ധമതത്തിന് വളരെ പെട്ടെന്ന് തന്നെ പ്രചാരം ലഭിക്കാൻ കാരണം അതാണ്. ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതമായിട്ട് ബുദ്ധമതം മാറുന്നുണ്ടല്ലോ. ഈ ബ്രാഹ്മണരൊക്കെ ആദ്യകാലത്ത് നന്നായിട്ട് മാംസം കഴിച്ചിരുന്നവരാണ്. യജ്ഞത്തിൻ്റെ പേരിൽ കാളയെയും ആടിനെയും ഒക്കെ കൊന്നിട്ട് അത് ബാക്കി വരുന്ന മാംസം അത് നന്നായിട്ട് ഭുജിച്ചിരുന്നവരായിരുന്നു ഇവിടുത്തെ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവർ. യജ്ഞസംസ്കാരം വളരെ ശക്തമായി ഭാരതത്തിൽ നിലനിന്നിരുന്ന സന്ദർഭത്തിൽ അതിവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. കാരണം ആടുമാടുകളെ മുഴുവൻ യജ്ഞത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ആടുമാടുകൾ, ബുദ്ധൻ്റെ കഥയിലൊക്കെ പറയുന്നുണ്ട്, അജാതശത്രു എന്ന് പറയുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ നടക്കുന്ന യജ്ഞത്തിലേക്ക് ആയിരക്കണക്കിന് ആടുകളെ തെളിച്ചുകൊണ്ട് ഒരു ആട്ടിടയൻ പോകുന്ന കാഴ്ച ബുദ്ധൻ കാണുന്നു. അപ്പോൾ ആട്ടിടയൻ ഈ തെളിച്ചുകൊണ്ട് പോകുന്ന ആടുകളിൽ ഒരാടിന് മാത്രം മുടന്തുണ്ട്. മുടന്തുള്ള ആടിന് മറ്റു ആടുകൾക്കൊപ്പം നടക്കാൻ കഴിയാതെ വന്നപ്പോൾ ആട്ടിടയൻ അതിനെ അടിച്ചു ഓടിക്കുന്ന കാഴ്ച കണ്ട് ആ ആടിൻ്റെ ദയനീയമായ അവസ്ഥയിൽ മനം നൊന്ത ബുദ്ധ ഭഗവാൻ ഓടിച്ചെന്ന് ആ ആടിനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് യജ്ഞശാലയിലേക്ക് നടന്നു ചെല്ലുകയും അവിടെ ആദ്യം ബലിയായി സമർപ്പിക്കേണ്ടിരുന്നത് ഈ മുടന്തൻ ആടിനെയായിരുന്നു. ആ ആടിന് പകരം ഭഗവാൻ ബുദ്ധൻ ചെന്ന് ആ ബലിപീഠത്തിൽ തലവെച്ചുകൊണ്ട് അവിടെ ചെന്ന് കിടക്കുന്നതും. അപ്പോഴാണ് രാജാവ് അറിയുന്നത് അതിതേജസ്വിയായിട്ടുള്ള ഒരു സന്യാസി വര്യൻ യജ്ഞശാലയിൽ വന്നു ചേർന്ന് ആ ബലിപീഠത്തിൽ തലവെച്ച് കിടക്കുന്നു എന്നറിയുന്നത്. രാജാവ് ചെന്ന് ബുദ്ധൻ്റെ അടുക്കൽ ചെന്ന് അതിൻ്റെ കാരണങ്ങൾ തിരക്കുകയും ബുദ്ധൻ പിന്നീട് യജ്ഞം നടത്തുന്നതിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും രാജാവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും പിന്നീട് ആ യജ്ഞത്തെ നിരോധിക്കുകയും ചെയ്യുന്നത് രാജാവ്. അപ്പോൾ യജ്ഞസംസ്കാരത്തിന് അങ്ങനെ വലിയൊരു ദോഷമുണ്ടായിരുന്നു ഇവിടെ. ഈ ആടുമാടുകളെ മുഴുവൻ കൊന്നൊടുക്കി കഴിഞ്ഞാൽ കാർഷിക വൃത്തിയെ മുൻനിർത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് ഈ കാളയെയും പോത്തും ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല. കൃഷി ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ധാന്യോൽപാദനം ഇവിടെ നടക്കില്ല. ജനജീവിതം തന്നെ ഇവിടെ മുടിഞ്ഞു പോകും. അതുകൊണ്ട് അന്നത്തെ ക്ഷത്രിയന്മാർക്കും ഈ യാഗസംസ്കാരത്തോട് ഒരു ഘട്ടം വന്നപ്പോൾ എതിർപ്പായി. കാരണം അവരുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ഇത് മുഴുവൻ ഈ ബ്രാഹ്മണർക്ക് ദക്ഷിണയായിട്ട് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് ക്ഷത്രിയർ ഇതിനെതിരായി. ആർക്ക്? ഈ ബ്രാഹ്മണർ നടത്തിക്കൊണ്ടിരുന്ന യജ്ഞ സംസ്കാരത്തോട് അവർക്ക് എതിർപ്പ് ഉള്ളിലുണ്ടായി. ക്ഷത്രിയർക്കുണ്ടായി, വൈശ്യർക്കുണ്ടായി. വൈശ്യരും ക്ഷത്രിയരുമാണല്ലോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം വൈശ്യരെന്ന് പറഞ്ഞാൽ കൃഷിക്കാർ കൂടിയാണ്. അപ്പോൾ അവർക്ക് കൃഷി നടത്താനായിട്ട് ആടുമാടുകളില്ലാതെ വരുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിലനിന്നിരുന്നതാണ്. അതുകൊണ്ട് ശ്രീബുദ്ധന് അക്കാലത്ത് അഹിംസ എന്ന് പറയുന്ന മൂല്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചപ്പോൾ ബുദ്ധന് വലിയ സ്വീകാര്യത കിട്ടി. ക്ഷത്രിയരുടെ ഇടയിൽ നിന്നും വൈശ്യരുടെ ഇടയിൽ നിന്നും ശൂദ്രരുടെ ഇടയിൽ നിന്നുമൊക്കെ വലിയ സ്വീകാര്യതയാണ് ശ്രീബുദ്ധന് ഇവിടെ ലഭിച്ചത്.
അതുകൊണ്ടാണ് ബുദ്ധമതം വളരെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വളർന്ന് വികാസം പ്രാപിക്കുകയും ഒരു ഘട്ടത്തിൽ അത് ഹിന്ദു മതത്തെ പിന്തള്ളിക്കൊണ്ട് ഭാരതത്തിൻ്റെ ഔദ്യോഗിക മതമായി തന്നെ മാറുന്നതും, എന്നാൽ പിന്നീട് ഈ അഹിംസയുടെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞ ബ്രാഹ്മണ വിഭാഗം അവർ സ്വയം അഹിംസാവാദികളായി മാറുകയും അവർ സ്വയം മാറ്റത്തിന് വിധേയമാകുകയും ചെയ്ത സന്ദർഭത്തിൽ വീണ്ടും ഹിന്ദുമതം ഇവിടെ വളർന്ന് വികാസം പ്രാപിക്കുകയാണ് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഓരോ മതവും ഇപ്രകാരം ഓരോ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അത് പരസ്പര വിരുദ്ധമായിട്ട് നിൽക്കുന്നതല്ല എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. സ്നേഹവും സാഹോദര്യവും അഹിംസയും സനാതനമായ സത്യവും, ഹിന്ദുമതം സനാതനമായ ഒരു സത്യത്തിൽ ഊന്നി നിൽക്കുന്ന മതമാണ്. അപ്പോൾ ഈ സനാതനമായ സത്യവും അഹിംസയും സ്നേഹവും സാഹോദര്യവും ഒന്നും പരസ്പര വിരുദ്ധമായി നിൽക്കുന്നതല്ല, അത് പരസ്പര പൂരകമാണ്. ഇതാണ് നമ്മൾ ഊന്നൽ നൽകേണ്ട ഒരു കാര്യം. ഗുരു ആത്മോപദേശ ശതകത്തിൽ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിൽ അനുകമ്പാ ദശകത്തിൽ ഗുരു പലപ്പോഴായി നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളിൽ ഒക്കെ ഈ സത്യമാണ് ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുമായിട്ടുള്ള സംഭാഷണം നമുക്കറിയാം. ഗാന്ധിജി ഗുരുവിനോട് ചോദിച്ചത് ഹിന്ദുമതത്തിൽ മോക്ഷത്തിനുള്ള മാർഗമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് മറ്റു മതങ്ങളിലും അതുണ്ടല്ലോ എന്നാണ്. മറ്റു മതങ്ങളിലും അതുണ്ടല്ലോ. അപ്പോൾ ഗാന്ധിജി വീണ്ടും ചോദിച്ചു, ഹിന്ദുമതത്തിൽ മോക്ഷത്തിനുള്ള മാർഗമില്ല എന്നാണോ അങ്ങ് പറയുന്നത്? അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ധാരാളമായി ഉണ്ടല്ലോ എന്നാണ്. ധാരാളമായി ഉണ്ടല്ലോ. അപ്പോൾ ഇതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ മതത്തെ മുൻനിർത്തിയുള്ള കാഴ്ചപ്പാട്. ഗുരു ഒരു മതത്തെയും നിന്ദിച്ചിട്ടില്ല, ഒരു മതവും മറ്റൊരു മതത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നും പറഞ്ഞിട്ടില്ല. എല്ലാ മതങ്ങളിലും സത്യദർശനവും മോക്ഷത്തിനുള്ള മാർഗവും ഉണ്ട് എന്നേ ഗുരു പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മതപരമായ വിദ്വേഷമൊന്നും കൂടാതെ ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് അതിനുള്ള സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത്. ആത്മോപദേശ ശതകത്തിൽ അത് വളരെ താത്വികമായ നിലയിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് അവതരിപ്പിച്ചു തന്നു. ആത്മോപദേശ ശതകമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 100 പദ്യങ്ങളാണ് അതിലുള്ളത് എന്നും ഗുരുവിൻ്റെ സത്യദർശനത്തെ ആനുഭൂതികമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളൊരു കൃതിയാണ് ആത്മോപദേശം. ഇത്ര സൗന്ദര്യാത്മകമായി സത്യദർശനത്തെ അതിൻ്റെ ശാസ്ത്രീയമായ മാനങ്ങൾക്ക് യാതൊരു കോട്ടവും തട്ടാതെ ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അവതരിപ്പിച്ചിരിക്കുന്നത് പോലെ ആവിഷ്കരിക്കാൻ മറ്റ് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വളരെ സന്ദേഹാസ്പദമാണ് അക്കാര്യം. അപ്പോൾ ആത്മോപദേശ ശതകത്തിന് തുല്യമായിട്ടുള്ള ഒരു കൃതി നമുക്ക് മലയാള സാഹിത്യത്തിൽ വേറെ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. മലയാള സാഹിത്യത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. 44-ാമത്തെ പദ്യം നമുക്ക് ഇതൊക്കെ വളരെ പരിചിതമായിട്ടുള്ള പദ്യങ്ങളാണ്. പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിടേണം. പല മതസാരവും ഏകം, എല്ലാ മതങ്ങളുടെയും സാരമായി നിൽക്കുന്ന പൊരുൾ ഒന്നാണ് എന്ന് അറിയാതെ, എന്ന് പാരാതെ, ഉലകിൽ ഈ ലോകത്തിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ, ആനയെ കാണാൻ പോയ അന്ധന്മാരെ പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടയാണ്. ഇവിടെ ആരെയായിരിക്കും ഗുരു ഈ പാമരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് അറിയുന്നവനാണ് പണ്ഡിതൻ. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്നറിയാതെ ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് മാത്രം പഠിച്ചുകൊണ്ട് അത് മാത്രമാണ് ശരി
ഇതിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നവനെയാണ് ഗുരുവിടെ പാമരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പാമരന്മാർക്ക് ഗുരു മറ്റൊരു ഉദാഹരണം കൂടി ഗുരു അവിടെ പറയുകയാണ്. ആനയെ കാണാൻ പോയ അന്ധന്മാർ. അപ്പോൾ ആനയെ കാണാൻ പോയ അന്ധന്മാരുടെ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കാരണം ആനയെ കാണാൻ പോയ അന്ധന്മാർക്ക് ഒരിക്കലും അന്ധന് കാഴ്ച കാണാൻ പറ്റാത്തത് കൊണ്ട് ആനയുടെ ശരിയായ രൂപം അവർക്ക് മനസ്സിലാവില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ആനയെ ഒന്ന് തൊട്ടു നോക്കാൻ പറ്റും. അപ്പം തൊട്ടു നോക്കുന്നവരൊക്കെ ആനയുടെ ആകെ തൊട്ടു നോക്കുകയല്ലല്ലോ, ആനയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നും തൊട്ടു നോക്കും, ഒന്ന് തടവി നോക്കും. അങ്ങനെ തടവി നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇപ്പോൾ വാലിൽ പിടിച്ച ആൾക്ക് ആന ചൂല് പോലെയെന്നും, കാലിൽ പിടിച്ച ആൾക്ക് ആന തൂണ് പോലെയെന്നും, ചെവിയിൽ പിടിച്ച ആൾക്ക് ആന മുറം പോലെയെന്നും, കൊമ്പിൽ പിടിച്ച ആൾക്ക് ആന കുന്തം പോലെയെന്നും, അങ്ങനെ പല രൂപത്തിലൊക്കെ തോന്നി. ദേഹത്ത് തടവി നോക്കിക്കഴിഞ്ഞപ്പോൾ ആന ഒരു മതിൽ പോലെ എന്നൊക്കെ തോന്നി. അപ്പോൾ അതൊന്നുമല്ലല്ലോ ആനയുടെ ശരിയായ രൂപം. അപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് ആനയുടെ ശരിയായ രൂപത്തെ തിരിച്ചറിയാൻ കഴിയാത്തതുപോലെയാണ് എല്ലാ മതങ്ങളുടെയും സാരമായി നിൽക്കുന്ന സത്യം ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഒരു മതത്തെ മാത്രം പഠിച്ചുകൊണ്ട് അത് മാത്രമാണ് ശരിയെന്ന് പറയുന്നത്. അവർ ചിലപ്പോൾ സ്വന്തം മതഗ്രന്ഥത്തിൽ ആഴത്തിൽ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ മറ്റ് മതഗ്രന്ഥങ്ങളൊന്നും തന്നെ തുറന്നു നോക്കിയിട്ടുണ്ടാകില്ല. അതേക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേൾക്കാനും സന്നദ്ധമാകില്ല. കാരണം അത്രയേറെ അസഹിഷ്ണുതയായിരിക്കും പലർക്കും. ഇപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള പലർക്കും അങ്ങനെ അസഹിഷ്ണുതയുണ്ട്. അവരിപ്പോൾ ഖുർആൻ എന്താണെന്ന് നോക്കുന്നില്ല, ബൈബിൾ എന്താണെന്ന് നോക്കുന്നില്ല, ധർമ്മപഥം എന്താണെന്ന് നോക്കുന്നില്ല, അതിലെന്താണ് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നതെന്നും ആ പ്രവാചകനുണ്ടായ സത്യാനുഭവം എന്താണെന്നും മനസ്സിലാക്കാതെയാണ് അവരെ ചീത്ത പറയുന്നത്, അവരിൽ ദോഷം ആരോപിക്കുന്നത്, അവരുടെ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അവിടെയാണ് വലിയ കുഴപ്പം. നിങ്ങൾക്ക് എല്ലാ മതങ്ങളെക്കുറിച്ചും വേണമെങ്കിൽ പഠിക്കാം, എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കാം. എന്നിട്ട് ഇഷ്ടമുള്ളത് ഏതാണോ, ഏറ്റവും ശ്രേഷ്ഠമായി നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാകണം. ഗുരുദേവൻ പറയുന്നുണ്ട്, മതത്തെ മുൻനിർത്തിയുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഗുരു പറഞ്ഞത്. പക്ഷേ ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ ഒരു ഹിന്ദു പശ്ചാത്തലത്തിലായിരുന്നു. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ അമ്പലത്തിൽ പോകുന്നവരും എൻ്റെ മാതാപിതാക്കൾ രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് ഞാനും അതൊക്കെ കുറച്ച് വായിച്ചു, കേട്ടു, പഠിച്ചു. ഉടനെ തന്നെ ഞാൻ തീരുമാനത്തിലേക്ക് എത്തി, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ മതം, മറ്റെല്ലാം മോശമാണ്. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ശരിയാണോ? ഇതെല്ലാ മതങ്ങൾക്കും ബാധകമാണ്. ഇപ്പോൾ ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരിലും ഇങ്ങനെ ചിന്താഗതിക്കാരുണ്ട്. അവർ ഹിന്ദുമതമോ ഇസ്ലാം മതമോ പഠിക്കുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല. അതിന് പലപ്പോഴും ഈ മതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തയ്യാറാകുന്ന ഈ മതപാഠശാലയിലെ അധ്യാപകരും വലിയ കുഴപ്പമാണ് ചെയ്യുന്നത്. അവർ ഈ സ്വന്തം മതത്തെക്കുറിച്ച് അമിതമായി ആവേശം കലർന്ന് ഇവരിൽ ഒരുതരം മതവികാരത്തെ കുത്തി അതൊരു വിഷം പോലെയാണത്. കാരണം അന്യമതങ്ങളോടുള്ളൊരു വിദ്വേഷത്തിൻ്റെതായ ആശയങ്ങൾ അവരുടെ ശിരസിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട്. കാരണം ജനിച്ചു വീഴുന്ന കുട്ടികളൊന്നും തന്നെ ഒരു കുഴപ്പക്കാരുമല്ല. അവരിലേക്ക് എന്താണോ പകർന്നു കൊടുക്കുന്നത് അതാണ് പിന്നീട് അവരായി മാറുന്നത്. അപ്പം അങ്ങനെ വലിയ കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഈ മതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന പാഠശാലകൾ വളരെ ശ്രദ്ധാപൂർവം ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇവിടെ മതത്തെ മുൻനിർത്തിയുള്ള വേർതിരിവുകൾ വളരെ ശക്തമാകും. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കലാണ്. ഗുരുവിൻ്റെ കാഴ്ചപ്പാട്, ഗുരുവിൻ്റെ ദർശനം. അത് എന്താ ഗുരു പറഞ്ഞത്? എല്ലാവരും എല്ലാ മതങ്ങളെയും കുറിച്ചും പഠിക്കട്ടെ.
സാരാംശത്തിലെല്ലാം ഒന്നാണെന്ന് എല്ലാവരും ഗ്രഹിക്കാൻ ഇടവരട്ടെ. നമ്മുടെ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂൾ തലം മുതൽ എല്ലാ മതങ്ങളുടെയും മൂലതത്വങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മതത്തെ മുൻനിർത്തിയുള്ള സ്പർദ്ധയോ മതത്തെ മുൻനിർത്തിയുള്ള ഉത്കർഷതാ മനോഭാവമോ മതത്തെ മുൻനിർത്തി പരസ്പരം രൂപം കൊള്ളുന്ന മാത്സര്യമോ ഒന്നും ഇവിടെ ഉണ്ടാകുകയില്ല. അതൊക്കെ നമ്മുടെ ഈ സർക്കാർ സംവിധാനത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒക്കെ വലിയ കുഴപ്പമാണ്. അപ്പോൾ ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടേണമെന്നാണ്. അപ്പോൾ പലവിധ യുക്തി പറഞ്ഞ് ഈ പാമരന്മാർ, ഈ വിഡ്ഢികൾ, ഒരു മതത്തെക്കുറിച്ച് മാത്രം പഠിച്ചുകൊണ്ട് അത് മാത്രമാണ് ശരിയെന്ന് പറയുന്നവരെയാണ് ഗുരു ഇവിടെ പണ്ഡിതനെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പലവിധ യുക്തി പറഞ്ഞ് നടക്കുന്നവർ, അവരപ്പോൾ വലിയ വലിയ യുക്തികളൊക്കെ പറയും. കേൾക്കുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നും, ചിലപ്പോൾ അത് മാത്രമാണ് ശരിയെന്നും തോന്നും. കാരണം അവർ വളരെ യുക്തിഭദ്രമായിട്ടായിരിക്കും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുന്നവർ പണ്ഡിതനല്ല, പാമരനാണ് എന്നാണ് ഗുരു പറയുന്നത്. ശരിയായ പണ്ഡിതനെന്ന് പറഞ്ഞാൽ എല്ലാം ഗ്രഹിക്കുന്നവനാണ്. അലവത് കണ്ട് അവരിങ്ങനെ അലഞ്ഞു നടക്കുകയുള്ളൂ. അവരൊരിക്കലും ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയില്ല എന്നുകൂടി അവിടെ സൂചിപ്പിക്കുകയാണ് ഗുരു. എന്താണ് നിങ്ങളുടെ മതം ലക്ഷ്യം വയ്ക്കുന്നത്? കാരണം എല്ലാ മതങ്ങളും, ഇപ്പോൾ ഹിന്ദുമതം ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. അത് മോക്ഷത്തിൻ്റെതായ ഒരു പദവിയാണ്. ആ മോക്ഷത്തിലേക്ക് നിങ്ങൾക്ക് ഒരു കാലത്തും എത്തിച്ചേരാൻ കഴിയില്ല. നിങ്ങൾ അന്യമത വിദ്വേഷിയാണ് എങ്കിൽ, മറ്റു മതങ്ങളിലെ കുറ്റങ്ങളും കുറവുകളും പറയുന്നവനാണ് എങ്കിൽ, നിങ്ങൾ എന്നും ഇങ്ങനെ അലഞ്ഞു നടക്കുകയേ ഉള്ളൂ. നിങ്ങൾക്കൊരു കാലത്തും ജീവിതത്തിൻ്റെ പരമലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഗുരു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗുരു എന്താ പറഞ്ഞിരിക്കുന്നത്? പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അവരലഞ്ഞു നടക്കുകയേ ഉള്ളൂ. അലവത് കണ്ട് അലയാതമർന്നിടേണം. അവരുടെ പിന്നാലെ നിങ്ങളും അലയാൻ നടക്കരുത്. അലഞ്ഞു നടന്നാൽ ഈ ജീവിതം ഇങ്ങനെ ഒരു അലച്ചിലായി മാറും. അലച്ചിൽ നടത്തുന്നവൻ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. ജീവിതത്തിൽ അവൻ ഒരിക്കലും, അന്യമതങ്ങളോട് വിദ്വേഷമുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊരിക്കലും ശാന്തരല്ല, അവർ അക്ഷമരാണ്. അവരുടെ ഉള്ളം എപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അവർക്ക് എങ്ങനെ ശാന്തി ലഭിക്കും? അവർക്ക് എങ്ങനെ സമാധാനമുണ്ടാകും? കാരണം നമ്മുടെ സ്വന്തം സഹോദരന്മാരെ അന്യരായി കാണുകയും അവർക്ക് നേരെ വിദ്വേഷജനകമായിട്ടുള്ള മനോഭാവം വെച്ച് പുലർത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് എങ്ങനെ ശാന്തിയും സമാധാനവും ഉണ്ടാകും? ഈ അന്യമത വിദ്വേഷം നടത്തുന്നവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അവരെന്നും അശാന്തരാണ്. ഒരിക്കലും അവർക്ക് ശാന്തി, സമാധാനം, സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകില്ല. കാരണം അവരുടെ ഉള്ളം എപ്പോഴും ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെയാണ് നമുക്ക് ഈ ലോക ജീവിതം കുറെ കൂടി സുന്ദരമാക്കി കൊണ്ടുപോകേണ്ടത്, കുറെ കൂടി മനോഹരമാക്കി തീർക്കേണ്ടതില്ലേ? ശാന്തിയോടും സമാധാനത്തോടും കൂടി നമുക്കിവിടെ വർത്തിക്കേണ്ടതില്ലേ? അപ്പോൾ അതുകൊണ്ട് ഗുരുവിടെ പറയുകയാണ്, പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതമർന്നിടേണം. ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു അപരൻ്റെ കണക്കിനൂനമാകും. ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നുതാനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. ഈ സത്യം തന്നെയാണ് ഗുരു ഇവിടെ പറഞ്ഞത്. എന്താ? ഒരു മതം അന്യന് നിന്ദ്യം. ഒരു മതത്തിൽ വിശ്വസിക്കുന്നവന് മറ്റു മതങ്ങളെ, ആ മറ്റു മതങ്ങളോടൊരു നിന്ദ്യമായിട്ടുള്ള മനോഭാവം ഉണ്ടാകുന്നു. ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു
ഒന്നിൽ പറഞ്ഞിരിക്കുന്ന, ഒരു മതത്തിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ തത്വങ്ങൾ, മൂലതത്വങ്ങൾ, ആ മൂലതത്വങ്ങളെയാണ് ഇവിടെ കരു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ഊനമാകും. മറ്റൊരു മതവിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ ഇതിന് കുറെ കുറവുള്ളതായി, ദോഷമുള്ളതായി തോന്നുന്നു. ഒരു മതം അന്യന് നിന്ദ്യം, ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ഊനമാകും. ഇതാണ് ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്നത്, അല്ലേ? സ്വന്തം മതത്തെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുകയും മറ്റു മതങ്ങളിലൊക്കെ അതിലൊക്കെ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ മതങ്ങളെ നിന്ദിക്കുകയും ചെയ്യുന്ന മനോഭാവം കുറേയൊക്കെ നമ്മുടെ ഉള്ളിലുമൊക്കെ ഇപ്പോൾ രൂപം കൊണ്ട് വരുന്നുണ്ട്. അപകടമാണത്. നമ്മൾ ഗുരുവിൽ നിന്ന് അകലുകയാണത്. വളരെ ശ്രദ്ധയോടുകൂടി ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലിട്ട് എന്താണോ ഗുരു പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് പോകുവാനായിട്ടുള്ള സന്നദ്ധത നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ ഗുരുധർമ്മ പ്രചരണ സഭ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയും കുറച്ച് കഴിയുമ്പോൾ തനി വർഗീയവാദിയായിട്ട് മാറുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയല്ലേ അത്? അതുകൊണ്ട് ഒരു മതമന്യന് നിന്ദ്യം, ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ഊനമാകും. മറ്റൊരുവൻ്റെ കണക്കിന് അപ്പോൾ അയാളുടെ കാഴ്ചപ്പാടിൽ മറ്റ് മതങ്ങളിലൊക്കെ കുറേ കുറവുകളും പോരായ്മകളും ഉള്ളതായിട്ട് അയാൾക്ക് തോന്നും. ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നതാനെന്നറിവളവും. ഇതൊരു തരം ഭ്രമമാണ്. മറ്റ് മതങ്ങളെ കുറ്റം പറയുകയും അതിൽ കുറവുണ്ടെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഒരു തരം മതിഭ്രമമാണ്. ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ ഇടവരുന്നത്. അത് ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നതാനെന്നറിവളവും. ഈ ലോകത്ത് എല്ലാ മതങ്ങളുടെയും സാരമായി നിൽക്കുന്ന പൊരുൾ ഒന്ന് തന്നെയാണെന്ന ആ വലിയ സത്യം അറിയുന്നത് വരെ ഈ ഭ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. അതുവരെ ഈ ഭ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. ആദ്യം മുൻ പദ്യത്തിൽ പറഞ്ഞതുപോലെ പല മതസാരവും ഏകം എന്ന് അറിയുന്നത് വരെ, എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണെന്ന് അറിയുന്നത് വരെ ഈ ഭ്രമം തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ മറ്റു മതങ്ങളെ കുറ്റം പറയാൻ ശ്രമിക്കും, അതിൽ കുറവുകൾ കണ്ടെത്തും, അതിനെ നിന്ദിക്കും. ഇതൊക്കെ ഒരു ബുദ്ധിഭ്രമം മൂലം വന്നു ചേരുന്ന വലിയ അപകടമാണ് എന്നാണ് ഗുരുദേവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മതം അന്യന് നിന്ദ്യം, ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ഊനമാകും. ധരയിലിതിൻ്റെ രഹസ്യം ഒന്നുതാനെന്നറിവളവും. ഭ്രമമെന്ന് അറിഞ്ഞിടേണം. പൊരുതു ജയിപ്പതസാധ്യം, ഒന്നിനോടൊരു മതവും പൊരുതാൽ ഒടുങ്ങുവീല. പരമതവാദി തോർത്തിടാതെ പാഴെ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഒരു പൊരുതു ജയിപ്പതസാധ്യം. മതങ്ങൾ തമ്മിൽ പോരാട്ടം നടത്തിക്കൊണ്ട് ഒരു മതത്തിന് മേൽ വിജയം നേടാമെന്ന് കരുതുന്നു എങ്കിൽ അത് അസാധ്യമാണ്, ഒരിക്കലും സംഭവിക്കില്ല. മതങ്ങൾ തമ്മിൽ പോരാട്ടം നടത്തിക്കഴിഞ്ഞാൽ ഈ മതവിശ്വാസികളായിട്ടുള്ള മനുഷ്യരുടെ ശരീരത്തിന് മുറിവേൽക്കാം, അവരുടെ ജീവന് ഹാനി സംഭവിക്കാം. പക്ഷേ മതത്തെ ഇല്ലാതെയാക്കാനായിട്ട് കഴിയുമോ? ലോകത്തുണ്ടായിട്ടുള്ള ഒരു മതത്തെയും ഇവിടെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മതങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മതത്തെ ഇല്ലാതെയാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ പലപ്പോഴും പലരും നടത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ചില രാജാക്കന്മാർ തന്നെ അവർ വിശ്വസിക്കുന്ന മതവിശ്വാസത്തിനെതിരായ വിശ്വാസ പ്രമാണങ്ങൾ നിലനിർത്തുന്നവർക്ക് നേരെ രൂക്ഷമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പോരാട്ടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എങ്കിലും ഒരു മതവും ഇവിടെ ഇല്ലാതെയായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ മതം എന്ന് പറയുന്നത് അതൊരു ആശയമാണ്. ഒരാശയത്തെയും നമുക്കൊരു കാലത്തും ഇവിടെ നശിപ്പിക്കാൻ കഴിയില്ല.
ആശയം എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പൊരുതു ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊരു മതവും പൊരുതാൽ ഒടുങ്ങുവീല. തമ്മിൽ പോരാട്ടം നടത്തിക്കൊണ്ട് ഒരു മതത്തെ ഇല്ലായ്മ ചെയ്യാമെന്നോ ഒരു മതത്തിന് മേൽ സമ്പൂർണമായ വിജയം നേടാമെന്നോ ഏതെങ്കിലും മതവിശ്വാസികൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല. യുദ്ധം ചെയ്ത് ഒരു മതത്തെയും ഇല്ലാതെയാക്കാൻ കഴിയില്ല. പരമതവാദി തോർത്തിടാതെ, പരമതവാദി എന്ന് പറഞ്ഞാൽ അന്യമതങ്ങളെ ദ്വേഷിക്കുന്നവർ, അന്യമതങ്ങളെ കുറ്റം പറയുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർ, അവരെയാണ് പരമതവാദി എന്ന് പറഞ്ഞിരിക്കുന്നത്. പരമതവാദി ഇതോർത്തിടാതെ, ഇതേക്കുറിച്ച് ചിന്തിക്കാതെ പൊരുതു പൊലിഞ്ഞിടും. അവർ വെറുതെ വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്തും ചിലപ്പോൾ കായികമായി ഏറ്റുമുട്ടിയും അവർ സ്വയം നശിക്കുകയേയുള്ളൂ, പൊലിഞ്ഞു പോകും. സ്വയം ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയായി തീരും, പൊരുതു പൊലിഞ്ഞിടും. ഈ ബുദ്ധി നമുക്കെപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് മറ്റു മതവിശ്വാസികളെ സാഹോദര്യഭാവേന കാണുവാനും നമ്മുടെ വിശ്വാസം നമുക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതുപോലെ അവരുടെ വിശ്വാസം അവർക്കും പ്രധാനപ്പെട്ടതാണെന്നും, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ എൻ്റെ ഗുരു എത്ര ഉന്നതനായ സത്യദർശിയാണോ അതുപോലെ അവരുടെ വിശ്വാസത്തിൽ അവരുടെ പ്രവാചകരും അവരുടെ ഗുരുക്കന്മാരും സത്യസ്വരൂപികളാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു വിശാലത നമുക്കേവർക്കും ഉണ്ടാകണം. ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും, ഇത് വാദികളാരും ഓർക്കുവീല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാരറിയും ഇതിൻ്റെ രഹസ്യമിങ്ങ ശേഷം. ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും, എല്ലാ മതവിശ്വാസികളും കരുതുന്നത് എല്ലാ മനുഷ്യരും ആ മതത്തിലേക്ക് ചേരണമെന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ വ്യാപകമായ രീതിയിൽ മതപ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മതപ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പ്രചാരവേല നടത്തുന്നവർ, ഇപ്പോൾ ഒരു ഹിന്ദു ഭവനത്തിൽ ചെന്നിട്ട് മറ്റൊരു മതഗ്രന്ഥത്തെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഹിന്ദുമതത്തിൻ്റെ എല്ലാ പ്രമാണ ഗ്രന്ഥങ്ങളും പഠിച്ച് അതിലെ ദോഷങ്ങൾ കണ്ടെത്തി അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മറ്റ് ഒന്ന് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ. ഇതേതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൻ്റെ വക്കും മൂലയും അല്പമൊന്ന് വായിച്ച് പഠിച്ച് അതിൽ ആവേശം ഉൾക്കൊണ്ട് തികച്ചും വൈകാരികമായി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നടക്കുന്നവരാണ് ഈ അന്യമത വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് വരൂ വരൂ എന്ന് പറഞ്ഞ് ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് അബദ്ധമാണ് എന്ന് മാത്രമല്ല സമൂഹത്തെ സംബന്ധിച്ച് വലിയ ദ്രോഹവുമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും. ഇനിയിപ്പോൾ ഒരു മതത്തിൽ പെട്ടു എന്ന് വിചാരിക്കുക, അതോടുകൂടി മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു. മനുഷ്യൻ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മതം മൂലമൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസികൾ മാത്രമുള്ള രാജ്യങ്ങളുണ്ട് ലോകത്ത്. അങ്ങനെ ആ ഒരു പ്രത്യേക മതവിശ്വാസികൾ മാത്രം ആ രാജ്യത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ രാജ്യങ്ങളിൽ ഒരു പ്രശ്നവുമില്ലാതെ പ്രശ്നബാധിതമായ ആ രാജ്യങ്ങൾ തീർന്നിരിക്കുന്നത്? ഇപ്പം മതമല്ലല്ലോ ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇപ്പോൾ ഹിന്ദുമതത്തിൻ്റെ കാര്യം തന്നെ നോക്കിക്കോ. നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായും ഹിന്ദു മതവിശ്വാസികൾ മാത്രമുള്ള രാജ്യമാണ്.
കുറേ ബുദ്ധന്മാരുമുണ്ട്. എന്നിട്ടും എന്തേ നേപ്പാൾ നന്നാകാത്തത് എന്താണ്? അല്ലെങ്കിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇസ്ലാം സ്റ്റേറ്റുകളാണ്. എല്ലാവരും ആ ഒരു മതത്തിൽപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ രാജ്യം നന്നായോ? അപ്പം മതമല്ല ഇവിടെ പ്രശ്നം. എല്ലാവരും ഒരു മതത്തിലേക്ക് ചേർന്നാലൊന്നും ലോകം നന്നാകുകയൊന്നുമില്ല. അതിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ളത് ഇന്ത്യയുടെ ഈ അവസ്ഥ തന്നെയാണ്. വൈവിധ്യമാർന്ന മതങ്ങളും വിശ്വാസധാരകളും എല്ലാം തമ്മിൽ കൂടിക്കലർന്ന് ജീവിക്കുന്ന വൈവിധ്യത്തിൻ്റെ സൗന്ദര്യമുള്ള നാടാണ് നമ്മുടേത്. ഇവിടെ സൗഹാർദ്ദത്തോടു കൂടി എല്ലാവരും ജീവിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഈ രാജ്യത്തെ സ്വർഗമാക്കി തീർക്കാൻ നമുക്ക് കഴിയും. അതിന് ലോകം മുഴുവൻ ഗുരുവിലേക്ക് വരണം, ഇന്ത്യ മുഴുവൻ ഗുരുവിലേക്ക് വരണം എന്ന് മാത്രം. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും. എല്ലാ മതത്തിൽ തീവ്രമായി അഭിരമിക്കുന്നവർ പലരും പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ഈ മതത്തിൽ ചേർന്നുകൊള്ളൂ, നിങ്ങൾക്ക് പിന്നീടെല്ലാം സ്വർഗമായി തീരും. അപ്പോൾ ആ മതത്തിൽ ചേർന്ന ആ മതവിശ്വാസികൾ മാത്രമുള്ള രാജ്യങ്ങളൊക്കെ സ്വർഗമായി തീർന്നിട്ടുണ്ടോ എന്ന മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇല്ലല്ലോ. അപ്പോൾ മതമല്ലല്ലോ അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ കുഴപ്പങ്ങൾക്ക് കാരണം. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്, സാമ്പത്തികമുണ്ട്, അങ്ങനെ ഒട്ടേറെ മറ്റ് താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും, ഇത് വാദികളാരും ഓർക്കുകയില്ല. അപ്പോൾ ഈ വാദപ്രതിവാദം നടത്തുന്നവരൊന്നും ഇക്കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാരറിയും ഇതിൻ്റെ രഹസ്യം ഇങ്ങശേഷം. അപ്പം അന്യമതങ്ങളെ വിദ്വേഷിക്കുക എന്ന ആ ദോഷം തീണ്ടാത്ത പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ മാത്രമാണ് മതത്തിൻ്റെ ഈ രഹസ്യം അറിയുന്നത്. എല്ലാ മതങ്ങളുടെയും പൊരുൾ ഒന്ന് തന്നെയാണെന്ന രഹസ്യം അറിയുന്നത് അന്യമതങ്ങളെ വിദ്വേഷിക്കാത്ത പണ്ഡിതന്മാർ മാത്രമാണ്. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ എൻ്റെ മതത്തിലേക്ക് ചേരൂ എന്ന് പറഞ്ഞ് നടക്കുന്നവരൊന്നും ഈ രഹസ്യം അറിഞ്ഞിട്ടില്ല. അവർ ലോകത്ത് കൂടുതൽ അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കുവാനും ലോകത്തിൻ്റെ ശാന്തിയെയും സമാധാനത്തെയും നശിപ്പിക്കുവാനും മാത്രമേ ഇത്തരക്കാർക്ക് കഴിയുകയുള്ളൂ. അപ്പം അതാണ് ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും അങ്ങനെ പറഞ്ഞു നടക്കുന്നവർ. നിങ്ങൾ എൻ്റെ മതത്തിലേക്ക് ചേരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മതഗ്രന്ഥവുമായിട്ട് വീടുകൾ തോറും അലയുന്നവരൊക്കെ തന്നെ ഇപ്രകാരം വലിയ ദ്രോഹമാണ് സമൂഹത്തിന് ചെയ്യുന്നത്. എല്ലാവരും ഇത് വാദികളാരും ഓർക്കുകയില്ല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാരറിയും ഇതിൻ്റെ രഹസ്യം ഇങ്ങ് അശേഷം. തനുവിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ അതെൻ്റെതിതെൻ്റെതെന്ന് സർവം തനുതയൊഴിഞ്ഞ് ധരിച്ചിടുന്നു. സാക്ഷാൽ അനുഭവശാലികളാം ഇതോർക്കിലാരും. തനുവിലമർന്ന ശരീരി, തനു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം, ഈ ശരീരമാകുന്ന രൂപത്തിൽ അമർന്നിരിക്കുന്ന, തനുവിൽ അമർന്ന ശരീരി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കൊടികൊള്ളുന്ന പൊരുൾ. ആ പൊരുൾ എന്താണ്? ആത്മാവെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആത്മാവിനെയാണ് ഇവിടെ ശരീരി എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ അമർന്നിരിക്കുന്ന ഈ ശരീരി ഉണ്ടല്ലോ, ആത്മാവ്, ഈ ആത്മാവിനൊരു കുഴപ്പമുണ്ട്. അതൊരു ശരീരത്തിലാണ് അമർന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിന് എൻ്റേതെന്നും അവൻ്റേതെന്നും ഒക്കെയുള്ള ഭേദഭാവനയുണ്ടാകും. അവിടെ എപ്പോഴാണ് ഈ ഭേദഭാവന വിട്ടുപോകുന്നത്? ശ്രീനാരായണ ഗുരുദേവൻ ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞിട്ടില്ലേ, നാം ശരീരമല്ല അറിവാകുന്നു. ഈ ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനിയും ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ നിൽക്കും. അപ്പോൾ ഗുരു അവിടെ പറയുന്നത് നാം ശരീരമല്ല അറിവാകുന്നു. ഈ അറിവിനെ തന്നെയാണ് ഇവിടെ ശരീരി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
ശരീരത്തിൽ അമർന്നിരിക്കുന്ന ശരീരിക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന രക്തവും മജ്ജയും അസ്ഥിയും മാംസവും ഒക്കെ കലർന്ന ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിന് ഈ ശരീരബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ എൻ്റേതെന്നും അവൻ്റേതെന്നും ഒക്കെയുള്ള ചിന്തയുണ്ടാകും എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് എന്നിലൊരു ഞാനെന്ന ഭാവം ജനിക്കും. അപ്പോൾ എൻ്റെ നാടെന്നും എൻ്റെ വീടെന്നും എൻ്റെ ബന്ധുക്കളെന്നും എൻ്റെ വണ്ടികളെന്നും എൻ്റെ പുസ്തകങ്ങളെന്നും അങ്ങനെ എൻ്റെ എന്നുള്ള ആ ഒരു മനോഭാവം അവരുടെ ഉള്ളിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റേതെന്നും അവൻ്റേതുമെന്നുമുള്ള ഭേദമുണ്ടാകും. തനുവിൽ അമർന്ന ശരീരിക്ക്, ശരീരബോധത്തോടു കൂടി നിൽക്കുന്ന ആത്മസ്വരൂപത്തിന് ആ ഒരു വേർതിരിവ് ഉണ്ടാകുമെന്നർത്ഥം. അപ്പോൾ ആ വേർതിരിവ് തന്നെയാണ് വളർന്ന് വികാസം പ്രാപിച്ച് എൻ്റേത് എന്നുള്ളത് അതങ്ങനെ കടന്ന് പിന്നെ എൻ്റെ ദൈവം, എൻ്റെ മതം, എൻ്റെ ആരാധനാലയം, എൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ, അങ്ങനെ എൻ്റെ. അപ്പോൾ അവിടെ എൻ്റേത് എന്ന് പറയുമ്പോൾ ആ പറയുന്നതിന് അതിൻ്റെ നേർ വിപരീതമായിട്ട് മറ്റൊരു ഘടകം കൂടി ഉണ്ടാകുമല്ലോ. അത് അവൻ്റേത്, എന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്ന, എൻ്റെ വിശ്വാസ പ്രമാണത്തിനെതിരായി നിൽക്കുന്ന മറ്റൊന്ന്, അത് വേറെയാണ്. അപ്പം ഞാനുണ്ട്, എന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മറ്റൊന്നുണ്ട്. തനുവിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ. അപ്പം തൻ്റെ ആ കേവലമായിട്ടുള്ള ഉണ്മയിൽ, തൻ്റെ കേവലമായ ആ നിലനിൽപ്പിൽ അത് എൻ്റേത്, അതെൻ്റേത്, ഇതെൻ്റേത് എന്നുള്ള ആ ഒരു തോന്നലോടുകൂടിയായിരിക്കും ജീവിക്കുന്നത്. വാസ്തവത്തിൽ ഇതിനെല്ലാം ഉടമയാരാണ്? ഈ കാണപ്പെടുന്ന പ്രപഞ്ചവും ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന അനേക നാമരൂപങ്ങളോടുകൂടിയ ഈ സംവിധാനത്തിൻ്റെ ഉടമ ആരാണ്? ഉപനിഷത്ത് ഋഷി ചോദിക്കുന്നത് അതാണ്. കസ്യ സിദ്ധനം, ആരുടേതാണ് ഈ സമ്പത്തെല്ലാം? നമ്മൾ നമ്മുടേത് എന്ന് കരുതി സ്വന്തമാക്കി വയ്ക്കുന്നതൊക്കെ വാസ്തവത്തിൽ നമ്മുടേതാണോ? നമ്മളങ്ങനെയൊക്കെ ധരിച്ചു വയ്ക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ആലിൻമൂട്ടിൽ തറവാട്ടിലെ അംഗമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരിക്കൽ ആലിൻമൂട്ടിൽ തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ പുതിയ മേടയൊക്കെ നിർമ്മിച്ചു. ആ മേടയിൽ കുറേ പ്രാവുകൾ കൂടുകൂട്ടിയിരിക്കുന്നു. ഈ പ്രാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ അന്നത്തെ ആലിൻമൂട്ടിൽ ചാന്നാരുടെ വീട്ടിലുണ്ടായിരുന്ന കാരണവരോട് പറഞ്ഞത്, കാരണവർ വിചാരിക്കുന്നു ഈ മേട കാരണവരുടേതാണ് എന്ന്, പ്രാവുകൾ കരുതുന്നു ഈ മേട അവരുടേതാണ് എന്ന്. അപ്പം ആരുടേതാണ് ഈ ഭൂമിയിലെ സമ്പത്തൊക്കെ? വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കലും ഇങ്ങനെ പറയുന്നുണ്ട്, ഈ മണ്ണിൽ വളർന്നു വരുന്ന എറുമ്പുകളും മറ്റിഴ ജന്തുക്കളും പക്ഷികളും മൃഗങ്ങളും എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഈ ഭൂമി. പക്ഷെ നമ്മളിങ്ങനെ അതിരൊക്കെ ഇട്ടിങ്ങനെ കൃത്യമായിട്ട് വേർതിരിച്ച് മതിലും കെട്ടി വേലിയും കെട്ടിയൊക്കെ ഇത് എൻ്റേതാണെന്ന് ഭാവിച്ചുകൊണ്ടൊക്കെ കുറേ കാലം ഇവിടെ ജീവിക്കും. പിന്നെ നമ്മളൊക്കെ ചത്തുപോകും. നമ്മളൊക്കെ ആ മണ്ണിനടിയിലേക്ക് ലയിച്ചു ചേരും. ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് ആരുടേതാണ്? അപ്പോൾ കസ്യ സിദ്ധനമെന്ന് ഗുരു പറയാൻ കാരണം ഈ സമ്പത്തത്രയും ഈ കാണപ്പെടുന്ന പ്രപഞ്ച സംവിധാനത്തെ ആകെ ഇപ്രകാരം നിലനിർത്തി പോകുന്ന ആ ശക്തിവിശേഷത്തിൽ ഉള്ളടങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഗുരു ഈ സത്യത്തെ ആഴത്തിലറിഞ്ഞതുകൊണ്ട് ഈ കർത്തൃത്വാഭിമാനമില്ലാതെയായിത്തീരുന്നു ഗുരുവിന്. ഇപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് പോലും അത് ഞാനാണ് ചെയ്തത് എന്നൊക്കെയുള്ള ആ ഒരു തോന്നൽ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നില്ല. വാസ്തവത്തിൽ ഈ കർമ്മങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്? ഈ കർമ്മങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഈ കർമ്മങ്ങൾ ഈ കാണപ്പെടുന്ന പ്രപഞ്ചമാകെ തന്നെ നോക്കുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു എങ്കിൽ നമുക്ക് ഈ ശരീരം ആരാണ് തന്നത്? ഈ ശരീരത്തിനുള്ളിൽ ഈ അവയവങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ആരാണ്?
ഓരോ അവയവങ്ങൾക്കും ഓരോ ധർമ്മം നിശ്ചയിച്ചു കൊടുത്തത് ആരാണ്? ഹൃദയം കൊണ്ട് രക്തം എല്ലാ ശരീരഭാഗങ്ങളിലും എത്തിക്കുവാനായിട്ടുള്ള സംവിധാനം ഒരുക്കി വെച്ചത് ആരാണ്? നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. നമ്മുടെ ഈ ശ്വസന സമ്പ്രദായവും നമ്മുടെ ദഹനേന്ദ്രിയ സംവിധാനവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചത് ആരാണ്? നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചാണോ അത് രൂപപ്പെട്ടതും നിലനിൽക്കുന്നതുമൊക്കെ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആകവെയുള്ള ഈ പ്രപഞ്ചം എണ്ണമറ്റ നക്ഷത്ര രാശികളോട് കൂടിയ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഉൾച്ചേർന്ന് നിൽക്കുന്ന ഈ കാണപ്പെടുന്ന വിശ്വസംവിധാനത്തെ ഇപ്രകാരം രൂപം ചെയ്ത് ഈ നിലയിൽ അതിനെ സൃഷ്ടിക്കുകയും ഇതിനെ ഒരു പ്രത്യേക ചലനക്രമത്തിലൂടെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുകയും ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം വിധാതാവായിട്ടുള്ള ആ പരമമായ പൊരുളാണ്. ആ പൊരുളിലാണ് ഈ കർമ്മങ്ങൾ അത്രയും നടക്കുന്നത്. അതുകൊണ്ട് നാം ചെയ്യുന്ന ഒരു കർമ്മത്തിനും അതിൻ്റെ കർത്തൃത്വാഭിമാനം നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ പറഞ്ഞു നടക്കുന്നു, അത് ഞാനാണ് ചെയ്തത്, അവിടെ കെട്ടിടമുണ്ടാക്കിയത് ഞാനാണ്, ഇവിടെ പാലമുണ്ടാക്കിയത് ഞാനാണ്, റോഡുണ്ടാക്കിയത് ഞാനാണ്, കുളം കുഴിച്ചത് ഞാനാണ്, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചത് ഞാനാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞു നടക്കുന്നു എന്ന് മാത്രം. ഇതെല്ലാം സംഭവിക്കുന്നത് ആകവേയുള്ള ഈ പ്രപഞ്ച സംവിധാനത്തിൻ്റെ ഉള്ളിലാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ വിധാതാവിൽ നടക്കുന്ന ചലനങ്ങൾ മാത്രമാണ് ഈ കർമ്മങ്ങൾ. നാം കേവലം ഉപകരണങ്ങൾ മാത്രമാണ്. ഈ സത്യമറിഞ്ഞാൽ ഈ ചെയ്ത കർമ്മത്തെക്കുറിച്ച് നമുക്ക് യാതൊരു വിധത്തിലുള്ള കർത്തൃത്വാഭിമാനവും ഉണ്ടാകുകയില്ല. ഈ കർത്തൃത്വാഭിമാനമാണ് നമ്മെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതെൻ്റേതെന്നും ഇതെൻ്റേതെന്നുമുള്ള ആ ബോധം എന്നിൽ ഉരുവം പ്രാപിക്കുന്നു. അതെൻ്റേത് ഇതെൻ്റേത് എന്ന സർവം സകലതിനെയും എന്താ തനുവിൽ അതെൻ്റേത് ഇതെൻ്റേതെന്ന് സർവം തനുതയൊഴിഞ്ഞ് ധരിച്ചിടുന്നു. അവയും ഞാനും ഒരുപോലെ ശരീരത്തോട് കൂടിയതാണ് എന്നുള്ള വസ്തുത മറന്നിട്ട് നമ്മളിങ്ങനെ ധരിക്കാൻ ഇടവരുന്നു. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അതിലെനിക്കുള്ള അഭിമാനം, ആ അഭിമാനത്തോടു കൂടി. അപ്പം ആ അഭിമാനം വളർന്നാണ് എൻ്റെ മതം മാത്രമാണ് ശരി, മറ്റു മതങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ള ആ ബോധത്തിലേക്ക് വരെ എത്തിച്ചേരുന്നത്. ഏറ്റവും ചെറിയ തോതിൽ തുടങ്ങി, ഇതെൻ്റെ ബുക്ക്, എൻ്റെ പേന എന്ന് തുടങ്ങി, എൻ്റെ ശരീരം, എൻ്റെ വസ്ത്രങ്ങൾ, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ മതം. അപ്പോൾ മറ്റു മതങ്ങളൊക്കെ എന്തായി? എനിക്ക് എതിര് നിൽക്കുന്നതായി. അപ്പൊ തനുതയൊഴിഞ്ഞ് ധരിച്ചിടുന്നു. സാക്ഷാൽ അനുഭവശാലികളാം ഇതോർക്കിലാരും. എന്നാൽ സത്യാനുഭവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നവർ, ഇതെല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നവർ, അവർ ശരിയായ സത്യത്തെ കണ്ടറിയുന്നവരും അവരെ ഈ സത്യം അറിഞ്ഞ് ഇവിടെ വർത്തിക്കുന്നവരും ആയിത്തീരുന്നു. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു. ജഗതിയിലിമ്മതം ഏകം എന്ന് ചിന്തിച്ചഖമണയാതെ അകതാരമർത്തിടേണം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം. ഈ ലോകത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മത്തിൻ്റെ പിന്നിലും ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ സുഖമുണ്ടാക്കുന്ന ഒന്നായി തീരണമെന്നുള്ള അഭിവാഞ്ച അതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ എല്ലാ മതവിശ്വാസികളും നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും ആത്യന്തികമായി കാണപ്പെടുന്ന പ്രപഞ്ചത്തിന് ആധാരമായൊരു പൊരുളുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ പൊരുളിനെ എന്ത് പേരിട്ട്, അല്ലാഹുവെന്നോ പരിശുദ്ധാത്മാവെന്നോ പരബ്രഹ്മമെന്നോ ദൈവമെന്നോ അറിവെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്, അതുമായി താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളും ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത്. അതുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ അതിൻ്റെ അനുഭവം എന്താണ്? ആത്മാവുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ ആത്മാവിൻ്റെ അനുഭവം എന്താണ്?
ആ അനുഭവത്തെയാണ് ആനന്ദമെന്ന് പറയുന്നത്. ആ അനുഭവത്തെയാണ് സുഖമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെ അറിയുന്ന സുഖം തണ്ടാരിൽ വീണ് മധുവുണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂര്യ സുഹൃതി എന്നും, ആനന്ദക്കടൽ പൊങ്ങിത്താനെ പായുന്നിതാ പരന്നൊരുപോൽ ജ്ഞാനം കൊണ്ടതിലേറി പായുന്നു പരമഹംസജനമെന്നും ഒക്കെ അത്തരമൊരു അനുഭവത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അത് ആനന്ദത്തിൻ്റെ അനുഭവമാണ് എന്ന്. ആ ആനന്ദാനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഇമ്മതം ഏകം. ഈ ലോകത്ത് ഇപ്രകാരം ആനന്ദം എന്ന് പറയുന്ന, സുഖമെന്ന് പറയുന്ന ഒരൊറ്റ മതം അതൊന്നു മാത്രമേ ഉള്ളൂ. ജഗതിയിൽ ഇമ്മതമേകം. അപ്പം എല്ലാ മതവിശ്വാസികളും ആത്യന്തികമായി ഈ പ്രപഞ്ചത്തിന് ആധാരമായ പരമമായ ആ പൊരുളിനെ അറിഞ്ഞ് അതിൻ്റെ ആനന്ദത്തെ സ്വാനുഭവമാക്കി തീർത്തുകൊണ്ട് അതിൽ അമർന്നിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്രകാരം ചിന്തിച്ചാൽ ലോകത്തൊരൊറ്റ മതം മാത്രമേ ഉള്ളൂ. ആ മതമാണ് ആനന്ദമതം അഥവാ സുഖം എന്ന് പറയുന്നത്. ഈ സത്യം അറിഞ്ഞുകൊണ്ട് ജഗതിയിൽ ഇമ്മതം ഏകം എന്ന് ചിന്തിച്ച്, ഇത് ചിന്തിച്ച് ഉറപ്പിച്ചുകൊണ്ട്, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, എന്താ, അഘമണയാതെ, മനസ്സിൽ പാപചിന്തകളൊന്നും കടന്നുകൂടാൻ ഇടവരാതെ, അഘമണയാതെ അകതാരമർത്തിടേണം. നമ്മുടെ ഈ അകതാർ നമ്മുടെ മനസ്സിനെ ആ പരമമായ പൊരുളുമായി ചേർത്ത് വയ്ക്കാൻ ഇടവരുത്തണം. ആ പരമമായ പൊരുളുമായി ചേർത്ത് വെച്ച് അതിലെ ആനന്ദാനുഭവത്തെ സ്വാനുഭവമാക്കി തീർക്കുക. നിങ്ങൾ പാപമൊന്നും ചെയ്യരുത്, തെറ്റൊന്നും ചെയ്യരുത്. തെറ്റ് ചെയ്ത് അതിൽ നിന്ന് അകന്നുപോയി ജീവിതത്തെ ദുരിതപൂർണവും ദുഃഖപൂർണവുമാക്കരുത്. അതിൽ നമുക്ക് ദിവ്യമായ ആനന്ദത്തിൻ്റെ ഒരു വലിയ മേഖല നമ്മുടെ മുൻപിലുണ്ട്. അത് കണ്ടെത്തി അതിലമർന്നിരിക്കാൻ ഇടവരണം. ഇതാണ് ഗുരുവിൻ്റെ ഈ ആത്മോപദേശ ശതകത്തിലെ മതദർശനത്തെക്കുറിച്ച് ചുരുക്കി പറയാനായിട്ടുള്ളത്. കാരണം എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു. ഗുരുവിൻ്റെ ഏതൊരു കൃതിയെ സംബന്ധിച്ചുമൊക്കെ പറയുമ്പോൾ നമ്മുടെ അറിവിൻ്റെ പരിമിതിയിൽ ഒതുങ്ങി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. അതൊരു ആമുഖമായി മാത്രം സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഇടവരട്ടെ. അതിന് ഗുരു എല്ലാവരുടെയും ബുദ്ധിയെ തെളിയിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി.